പ്യുവർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ ഒരു പ്യുവർ ആയിട്ടൊരു കമ്പോണൻറ്റ്, ഒരു സബ്സ്റ്റൻസ് എടുക്കുക, വാട്ടർ അല്ലെങ്കിൽ ഈതർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ്, ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ വേപ്പറൈസിങ് പോയിന്റ്, ഇവാപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിൽ, ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്യൂളുകൾ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. ആ പോകുന്ന വേപ്പേഴ്സ് ഈ സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ കോമ്പോണൻറ്റിൻ്റെ സർഫസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. പ്യുവർ കമ്പോണൻ്റ് ആവുമ്പോൾ നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയും. ഇനി സൊല്യൂഷൻ വരുമ്പോൾ പ്യുവർ ആണല്ലോ, രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉള്ള മിക്സ്ചറാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ വേപ്പർ പ്രഷറിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നാണ് പറയാം. അപ്പോൾ വേപ്പർ പ്രഷർ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെയാണ്. മെയിനായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ ആയിരിക്കും. അതിൽ തന്നെ ലിക്വിഡ് ഇൻ ലിക്വിഡ് ആൻഡ് സോളിഡ് ഇൻ ലിക്വിഡ്, അങ്ങനെ രണ്ട് കണ്ടീഷൻസിലായിരിക്കും നമ്മൾ ഈ വേപ്പർ പ്രഷറിനെ കുറിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് രണ്ട് ലിക്വിഡ്സ് ആയിട്ടുള്ള സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസിൽ എങ്ങനെയാണ് വേപ്പർ പ്രഷർ എഫക്റ്റ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ അതിനെ ഗവേൺ ചെയ്യുന്നൊരു ലോയാണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. റൗൾസ് ലോ എന്താ പറയുന്നത്? ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്, ഒരു വോളട്ടൈൽ ലിക്വിഡ്സ്, നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ലിക്വിഡ്സും വോളട്ടൈലാണ്. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. നമ്മൾ അധികം ടെമ്പറേച്ചർ ഒന്നും കൊടുക്കണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ ചിലപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ലിക്വിഡ്സിനെയാണ് വോളട്ടൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലിക്വിഡ് സൊല്യൂഷൻസിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, ഓരോ കമ്പോണൻറ്റും രണ്ട് ലിക്വിഡും വേപ്പറൈസ് ആവും. ആ വേപ്പറൈസ് ചെയ്യുന്ന പാർട്ടിക്കിളുടെ വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ, സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ, അതിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലായിരിക്കും പാർഷ്യൽ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൻ്റെ വേപ്പറായിട്ടുള്ള അതിൻ്റെ വേപ്പറിൻ്റെ കോമ്പോസിഷനിലുള്ള പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതാണ് റൗൾസ് ലോ പറയുന്നത്. നമുക്കതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു ബൈനറി സൊല്യൂഷനാണ്. ബൈനറി എന്ന് പറയുമ്പോൾ രണ്ട് കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സൊല്യൂട്ട് ഒരെണ്ണം, സോൾവെൻ്റ് ഒരെണ്ണം, രണ്ടും വോളട്ടൈൽ ലിക്വിഡ്സ് ആണ്. അപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു ബൈനറി സൊല്യൂഷൻ ഓഫ് ടു വോളട്ടൈൽ ലിക്വിഡ്സ്. അതിനകത്ത് കമ്പോണൻറ്റ് എയുടെ റൗൾസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? പാർഷ്യൽ വേപ്പർ പ്രഷർ, അതിനെയാണ് പി എ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷറാണ് പി എ, വിൽ ബി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് കൈ എ. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ട് നമ്മൾ പി നോട്ട് എ എന്ന് പറയുന്ന ഒരു ടേം വെച്ചു. പി നോട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പോണൻറ്റിൻ്റെ പ്യുവർ സ്റ്റേറ്റിൽ, ആ കമ്പോണൻറ്റ് മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിൽ അതിൻ്റെ വേപ്പർ പ്രഷർ എന്താണോ അതിനെയാണ് പി നോട്ട് എ എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് എയുടെ പ്യുവർ ആയിരിക്കുന്ന സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറിനെയാണ് പി നോട്ട് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ കമ്പോണൻറ്റ് ബിയുടെ റൗൾസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? പി ബി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻറ്റ് ബി വിൽ ബി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ഇറ്റ്സ് സൊല്യൂഷൻ. സൊല്യൂഷനിലുള്ള ബിയുടെ മോൾ ഫ്രാക്ഷൻ വാല്യൂവിന് പ്രൊപ്പോർഷണലായിരിക്കും. ഇവിടെയും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ട് പി നോട്ട് ബി എന്ന ടേം ഉപയോഗിച്ചിട്ടുണ്ട്. പി നോട്ട് ബി എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് ബിയുടെ പ്യുവർ ആയിരിക്കുന്ന സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറിനെയാണ് പി നോട്ട് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ, നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ പ്യുവർ കമ്പോണൻറ്റ് മാത്രമാകുമ്പോൾ പി എ പി ബി എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ടോട്ടൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കമ്പോണൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടലായിട്ടുള്ള വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡാൾട്ടൺ ഒരു ലോ പറയുന്നുണ്ട്. ഡാൾട്ടൻ്റെ ലോ എന്നിട്ട് പറയുന്നത് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്, എല്ലാ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മാണ് ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ആ ലോ ആരുടെയാണ്? ഡാൾട്ടൻ്റെ ലോയാണ്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയുന്നത് ടോട്ടൽ പ്രഷർ വിൽ ബി സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. ആ ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടാം? നമ്മുടെ ബൈനറി സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? പി നോട്ട് എ
കൈ എ പ്ലസ് പി നോട്ട് ബി കൈ ബി. പിന്നെ നമ്മൾ മോൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായി സം ഓഫ് ഓൾ മോൾ ഫ്രാക്ഷൻ സം ഓഫ് ഓൾ കമ്പോണൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ കമ്പോണൻറ്റ് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ബൈനറി സൊല്യൂഷൻ ആവുമ്പോൾ കൈ എ പ്ലസ് കൈ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. മോൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കൈ എക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. കൈ എ വിൽ ബി എന്തായിരിക്കും 1 മൈനസ് കൈ ബി ആയിരിക്കില്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. പിന്നെ ഈ പി നോട്ട് എ ഇക്വേഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പി നോട്ട് എ പ്ലസ് പി നോട്ട് എ കൈ ബി എന്ന് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റൗൾസ് ലോ, നേരത്തെ പറഞ്ഞ ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് ബൈനറി സൊല്യൂഷനാണ്. അപ്പോൾ പി എ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ, പി ബി പാർഷ്യൽ പ്രഷർ ഓഫ് ബി, കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആൻഡ് കൈ ബി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ, ഇതാണ് ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ, വൈ ആക്സിസിൽ വേപ്പർ പ്രഷറാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പോയിന്റ് എടുക്കാൻ, ഫസ്റ്റത്തെ പോയിന്റ് എടുത്ത് ഈ എൻഡ് എടുക്കുമ്പോൾ ഈ എൻഡിൽ കൈ എ എന്ന് പറയുന്നത് 1 ആണ്. കൈ എ 1 മോൾ ഫ്രാക്ഷൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്യുവർ കമ്പോണൻറ്റ് എ മാത്രമേ ഉള്ളൂ. എ മാത്രമാകുമ്പോൾ കൈ എയുടെ വാല്യൂ 1 ആവും, കൈ ബിയുടെ വാല്യൂ 0 ആവും. കാരണം അവിടെ പ്യുവർ എ മാത്രമേ ഉള്ളൂ. പ്യുവർ എയുടെ വേപ്പർ പ്രഷറിന് നമ്മൾ എന്താ പറയാറ്, പി നോട്ട് എ. പി നോട്ട് എ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് എ. അപ്പോൾ കൈയുടെ നേരെ നമ്മൾ പി നോട്ട് എ പ്ലോട്ട് ചെയ്തു. ഇനി ഈ എൻഡിലോട്ട് വരുംതോറും നമ്മളുടെ കൈയുടെ വാല്യൂ കുറഞ്ഞു വരും, കൈ ബിയുടെ വാല്യൂ കൂടി വരും. കാരണം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ബിയുടെ കോൺസെൻട്രേഷൻ ഓഫ് ബി കൂടി വരാണ്. ഈ എൻഡ് എത്തുമ്പോൾ എന്തുണ്ടാവും, കൈ ബി മാത്രമാവും, കൈ എ 0 ആവും. ഓക്കെ, അപ്പം നമ്മൾ കൈയുടെ പാർഷ്യൽ പ്രഷർ, പ്യുവർ കമ്പോണൻ്റ് എയുടെ പാർഷ്യൽ പ്രഷർ പ്ലോട്ട് ചെയ്യുക. ഈ എൻഡിൽ പ്യുവർ ബിയുടെ പാർഷ്യൽ പ്രഷർ പ്ലോട്ട് ചെയ്യുക. ഇവർ തമ്മിലുള്ള റിലേഷനാണ് മോൾ ഫ്രാക്ഷൻ. എങ്ങനെ ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഓഫ് എ ആൻഡ് ബിയിൽ എങ്ങനെ പാർഷ്യൽ പ്രഷർ മാറുന്നുള്ളതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ഈ പോയിന്റിൻ്റെ ഒരു കോമ്പോസിഷന്, ഈ പോയിന്റിലുള്ള കോമ്പോസിഷന് നേരെയുള്ള പാർഷ്യൽ പ്രഷറാണ് ആ കോമ്പോസിഷനിലെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ച് ഇങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ കോമ്പോസിഷൻ എടുത്താലും അതിൻ്റെ എങ്ങനെയാണ് സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ വേരി ചെയ്യണേന്ന് മനസ്സിലാവും. ഓക്കെ, അതാണ് ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൗൾസ് ലോ. നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഹെൻറീസ് ലോ നമ്മൾ നേരത്തെ ഗ്യാസിൻ്റെ കേസസ് പഠിച്ചപ്പോൾ പഠിച്ചു. റൗൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോയുടെ വേറൊരു രൂപമാണ്. അതെങ്ങനെയാണ്? റൗൾസ് ലോയിൽ എന്താ പറയുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്സ്, 2 വോളട്ടൈൽ ലിക്വിഡ്സ് ഉള്ള സൊല്യൂഷനിൽ അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്. ഓൾറൈറ്റ്, ഇവിടെ പി നോട്ട് ഐ ആട്ടോ, പി നോട്ട് ഐ. അപ്പം അതാണ് റൗൾസ് ലോ. അപ്പോൾ റൗൾസ് ലോ 2 വോളട്ടൈൽ ലിക്വിഡ്സിൻ്റെ കേസസിലാണ് പറയുന്നത്. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസസിൻ്റെ കേസിലാണ്. വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ്, ഒരു ലിക്വിഡ് സൊല്യൂഷനിൽ ഗ്യാസിൽ ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഗ്യാസിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനായിട്ട് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ 2 ലോയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെയും മോൾ ഫ്രാക്ഷനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, ഇവിടെയും മോൾ ഫ്രാക്ഷനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റൗൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പറയാം. ഓൾറൈറ്റ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 2 വോളട്ടൈൽ ലിക്വിഡ്സ് ആയിട്ടുള്ള സൊല്യൂഷനിൽ എങ്ങനെയാണ് വേപ്പർ പ്രഷർ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ലിക്വിഡിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വേപ്പർ പ്രഷർ മാറാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 വോളട്ടൈൽ ലിക്വിഡ്സ് ആണ്. അപ്പോൾ 2 വോളട്ടൈലായിട്ട് 2ൻ്റെയും വേപ്പർ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എയറിൽ പ്രസൻ്റ് ആയിരിക്കും. എബവ് ദ സർഫസിൽ 2 ലിക്വിഡിൻ്റെയും വേപ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കും.
പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു സോളിഡ് ആണെങ്കിൽ, സോളിഡ് സൊല്യൂട്ട് ആവുമ്പോൾ സോളിഡ് എന്തായാലും വോളട്ടൈൽ ആയിരിക്കില്ല. അപ്പോൾ വേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കൂടി എന്തുണ്ടാവുള്ളൂ, സോൾവെൻറ്റിൻ്റെ മാത്രം മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ്. സൊല്യൂട്ട് വേപ്പറിൽ പ്രസൻ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷർ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും, സോൾവെൻറ്റ് മോളിക്യൂളിൻ്റെ മോൾ ഫ്രാക്ഷന് മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ പ്യുവർ സോൾവെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സോൾവെൻ്റ് മാത്രമാണ് സർഫസിലുള്ളത്, സോൾവെൻ്റ് മോളിക്യൂൾസ് മാത്രമാണ് അതിൻ്റെ വേപ്പേഴ്സായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്യുവർ സ്റ്റേറ്റിലുള്ള പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും എപ്പോഴും സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈനറി സൊല്യൂഷൻ, ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന ഒരു ബൈനറി സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ബി സൊല്യൂട്ട് ഇവിടെ സോളിഡ് ആയ കാരണം നോൺ വോളട്ടൈലാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു റൗൾസ് ലോയിൽ എന്താ പറയണേ, പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ പി എ വിൽ ബി പ്രൊപ്പോർഷണൽ ടു കൈ എ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് പ്യുവർ കമ്പോണൻറ്റ് എയുടെ വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി എ വിൽ ബി P0 A into chi A. ഇനി ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും, ഡാൾട്ടൻ്റെ ലോ പ്രകാരം എന്താണ്, സം ഓഫ് ഓൾ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഓൾ കമ്പോണൻസ് അല്ലേ. അപ്പോൾ ഇവിടെ പി ബി എന്ന് പറയുന്നത് 0 ആണ്, കാരണം നമ്മുടെ സൊല്യൂട്ട് നോൺ വോളട്ടൈലാണ്. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിൽ ഇല്ല. അപ്പോൾ ആകെ കൂടി പി വിൽ ബി ടോട്ടൽ പ്രഷർ ഓഫ് സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു പി എ. ഓക്കെ, ഇനി പി എക്ക് നമ്മൾ P0 A ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി വിൽ ബി ടോട്ടൽ വേപ്പർ പ്രഷർ വിൽ ബി P0 A ഇൻറ്റു കൈ എ. ഇനി നമ്മൾ ബൈനറി സൊല്യൂഷനിൽ മോൾ ഫ്രാക്ഷൻ കൈ എ പ്ലസ് കൈ ബി വിൽ ബി എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ കൈ എക്ക് 1 മൈനസ് കൈ ബി എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കൈ ബിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, ഒരു സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബിയുടെ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, റൗൾട്ട്സ് ലോനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻസിനെ രണ്ടായിട്ട് തിരിക്കാം, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഒബേ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ കണ്ടീഷനിലും, എല്ലാ കോൺസെൻട്രേഷനിലും, ടെമ്പറേച്ചറിലും റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റിയൽ കണ്ടീഷനല്ല. റിയൽ കണ്ടീഷൻസിൽ ഐഡിയലായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ അതേപോലെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻസിന് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയും. ഈ ഐഡിയൽ സൊല്യൂഷന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഐഡിയൽ സൊല്യൂഷനിൽ ഇപ്പോൾ ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ അവരുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P0 A ഇൻറ്റു കൈ എ ആയിരിക്കും. ബിയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P0 B ഇൻറ്റു കൈ ബി ആയിരിക്കും. ഓക്കെ, ഇനി എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഇസ് 0. രണ്ട് സൊല്യൂഷൻസ് എയും ബിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് വിൽ ബി 0. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എൻഡോതെർമിക് പ്രോസസ്സ്, മിക്സിങ്, ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എൻഡോതെർമിക് ആയിരിക്കാം, എക്സോതെർമിക് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസസിൽ അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, പിന്നെ വോളിയം ഓഫ് മിക്സിംഗ് വിൽ ബി 0. വോളിയം ചേഞ്ച് വരുന്നില്ല. ആഫ്റ്റർ മിക്സിങ്ങും ബിഫോർ മിക്സിങ്ങും സെയിം ആയിരിക്കും. ഇപ്പോൾ 20 ml എ എടുത്ത് 20 ml ബി ആയിട്ട് മിക്സ് ചെയ്താൽ 40 ml ആയിരിക്കും സൊല്യൂഷൻ കിട്ടുക. അതിൽ കുറവോ കൂടുതലോ ഉണ്ടാവില്ല. ഓക്കെ, ഐഡിയൽ കണ്ടീഷൻസിൽ മാത്രം. ഇനി ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ ഈക്വൽ ടു ദോസ് ബിറ്റ്വീൻ എ ബി. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു എ സോൾവെൻറ്റും ബി സൊല്യൂട്ടായിട്ടിരിക്കുക. സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള, സൊല്യൂട്ട് മോളിക്യൂൾസും സോൾവെൻറ്റ് മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എ. സൊല്യൂട്ട് മോളിക്യൂൾസുകൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളതും സോൾവെൻറ്റ് മോളിക്യൂൾസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
വിച്ച് ഡു നോട്ട് ഒബേ, ഈ കണ്ടീഷൻസ് ഒന്നും ഒബേ ചെയ്യാത്തവരെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. റിയൽ കണ്ടീഷൻസിൽ ഈ കണ്ടീഷൻസ് ഒന്നും ആയിരിക്കില്ല. എൻതാൽപ്പി ഓഫ് മിക്സിങ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0, എൻതാൽപ്പി ഓഫ് വോളിയം ഓഫ് മിക്സിങ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0, കൂടുതലോ കുറവോ ആയിരിക്കും. ഇപ്പം നമ്മൾ 20 ml സൊല്യൂട്ട് എടുത്ത് 20 ml സോൾവെൻറ്റിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 ml സൊല്യൂഷൻ തന്നെ കിട്ടണമെന്നില്ല നോൺ ഐഡിയൽ കണ്ടീഷൻസിൽ, റിയൽ കണ്ടീഷൻസിൽ. ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയും. ഇനി അവരുടെ വേപ്പർ പ്രഷർ എങ്ങനെ വേരി ചെയ്യാം? 2 ടൈപ്പ് വേരിയേഷൻസ് കാണിക്കാം. ഒന്നല്ലെങ്കിൽ പോസിറ്റീവ്, കൂടുതൽ കാണിക്കാം. നമ്മൾ നോർമൽ ഐഡിയൽ കണ്ടീഷൻസിൽ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കാം അവരുടെ വേപ്പർ പ്രഷർ, അല്ലെങ്കിൽ കുറവായിരിക്കാം. കൂടുതലുള്ളതിന് വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിയററ്റിക്കൽ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്കിനി സൊല്യൂഷൻസ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ അവരുടെ വോളിയം മിക്സിങ്, ഡെൽറ്റ വോളിയം മിക്സിങ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം നമ്മൾ 20 ml വാട്ടർ എടുത്തിട്ട് ഇപ്പോൾ 20 gram സോൾട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കിട്ടുന്ന വോളിയം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വോളിയം എല്ലാം പോസിറ്റീവായിട്ടായിരിക്കും കാണിക്കുക. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീക്കറായ കാരണം. ഐഡിയൽ കണ്ടീഷൻ ആണെങ്കിൽ എല്ലാം ഈക്വൽ ആണല്ലോ, സൊല്യൂട്ടും സോൾവെൻറ്റും, സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ വോളിയം മിക്സിംഗ് ഒക്കെ ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷേ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക, കൂടുതലായിരിക്കും കാണിക്കുക. ഓക്കെ, അങ്ങനെ കാണിക്കുന്ന കുറച്ച് മിക്സ്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾസ്: എത്തനോൾ ആൻഡ് വാട്ടർ. എത്തനോളും വാട്ടറും മിക്സ് ചെയ്താൽ 20 ml എത്തനോൾ എടുത്തിട്ട് 20 ml വാട്ടറിൽ മിക്സ് ചെയ്താൽ നമുക്ക് 40ക്കാളും കൂടുതലായിരിക്കും വോളിയം കിട്ടുക. ഓക്കെ, പിന്നെ എത്തനോൾ ആൻഡ് അസറ്റോൺ, എത്തനോളും അസറ്റോണും തമ്മിൽ, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അവരെങ്ങനെ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുക? അവരുടെ റൗൾട്ട്സ് ലോ, മോൾ ഫ്രാക്ഷൻ ആൻഡ് വേപ്പർ പ്രഷർ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഡീവിയേഷൻ കാണിക്കാന്നാണ് നോക്കാം. നോർമലി റൗൾട്ട്സ് ലോ, ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്ന റൗൾട്ട്സ് ലോ ആണ് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫാണ്. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെ മോൾ ഫ്രാക്ഷൻ വേപ്പർ പ്രഷറായിട്ട് വാരി ചെയ്യുന്ന ഡിഫറെൻറ്റ് കോമ്പോസിഷൻസിൽ വേപ്പർ പ്രഷർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലൂ ലൈനാണ്. അപ്പോൾ അത് ഒരു പോയിന്റിൽ നമ്മൾക്ക് കിട്ടുന്ന ഐഡിയൽ കണ്ടീഷനേക്കാളും കൂടുതലായിരിക്കും ഓൾ ദ ടൈം, എല്ലാ സമയത്തും അത് നമ്മൾക്ക് കിട്ടുന്ന ഐഡിയൽ കണ്ടീഷനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എങ്ങനെയാണ് പറഞ്ഞു നോക്കാം. അപ്പോൾ ചില കണ്ടീഷൻസിൽ നമ്മൾ പറഞ്ഞു സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ വീക്കർ ആയിരിക്കും, ചില ഇതിൽ അത് ഹയർ ദാൻ ആയിരിക്കും. ഓക്കെ, സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് കിട്ടുന്ന വോളിയം മിക്സിംഗ് ഒക്കെ കുറവായിരിക്കും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇൻട്രാക്ഷൻ കൂടുതലുള്ളത് കാരണം കുറവായിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് അങ്ങനെ കാണിക്കുന്ന കുറച്ച് കോമ്പോസിഷൻ, കുറച്ച് മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫീനോൾ അനിലയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. വേപ്പർ പ്രഷറൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന തിയററ്റിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള വാല്യൂവിനേക്കാളും കുറവായിരിക്കും അവർ വേപ്പർ പ്രഷർ വാല്യൂസ് ഒക്കെ വരിക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അസിറ്റോൺ ക്ലോറോഫോമിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണ്. ഈ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ ലോൺ പെയർ ഇലക്ട്രോൺസും ഹൈഡ്രജനായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്സ് ഫോം ചെയ്യും. അങ്ങനെയുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്ന കാരണമാണ് ഇവരുടെ വാല്യൂ നെഗറ്റീവ് ആവുന്നത്, നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നു, അത് ഹയർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ. ഫീനോൾ അനിലിനും അങ്ങനെ ഒരു കണ്ടീഷനാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവരുടെ ഇൻട്രാക്ഷനുള്ള കാരണവും അവരുടെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെ റീസൺ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്, റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പം അവരെങ്ങനെ വേപ്പർ പ്രഷർ കുറയുന്നു, റൗൾട്ട്സ് ലോയുടെ ഗ്രാഫിൽ എങ്ങനെ വേരിയേഷൻ കാണിക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
നേരത്തെ കാണിച്ച പോലെ തന്നെ ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് ഐഡിയൽ കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ നോൺ ഐഡിയൽ, നെഗറ്റീവ് ഡീവിയേഷൻ ഈ കോമ്പോസിഷൻ എടുത്തിട്ട് അവരുടെ ഈ രണ്ട് ലിക്വിഡ്സ് എടുത്തിട്ട് അവരുടെ ഡിഫറെൻറ്റ് കോമ്പോസിഷൻസിൽ, അവരുടെ ഡിഫറെൻറ്റ് മോൾ ഫ്രാക്ഷനിൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൂ ലൈൻ കാണില്ലേ, ആ ലൈനിൻ്റെ പോലെയാണ് ഗ്രാഫ് കിട്ടുക. അപ്പോൾ അവരുടെ വാല്യൂ എക്സ്പെക്റ്റഡ് വാല്യൂവിനേക്കാളും എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അസിയോട്രോപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് സൊല്യൂഷൻസ് ആണ്. അസിയോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി സൊല്യൂഷൻസ് വിച്ച് കണ്ടെയ്ൻ, ചില ബൈനറി മിക്സ്ചേഴ്സിൽ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ, ബൈനറി മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവും, സൊല്യൂട്ട് ഉണ്ടാവും, സോൾവെൻ്റ് ഉണ്ടാവും. അവരൊരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഹീറ്റ് ചെയ്യുമ്പോൾ അവരുടെ വേപ്പർ ആ ഫേസിലുള്ള കോമ്പോസിഷനും സൊല്യൂഷനിലുള്ള കോമ്പോസിഷൻ വിൽ ബി ഈക്വൽ. അങ്ങനെയുള്ളവരെയാണ് അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. ബൈനറി മിക്സ്ചേഴ്സ് ഹാവിങ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. സൊല്യൂഷനിലുള്ള കോമ്പോസിഷനും വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷനും ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ളവരെ അസിയോട്രോപ്സ് എന്ന് പറയും. പിന്നെ ഈ രണ്ട് കോമ്പൗണ്ടുകളും ഒരു സെയിം ടെമ്പറേച്ചറിലായിരിക്കും ബോയിൽ ചെയ്യുക. ബോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അവർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ടെമ്പറേച്ചറിലായിരിക്കും രണ്ട് എയും ബിയും. നമ്മൾ പെർട്ടിക്കുലറായിട്ട് വാട്ടറും എത്തനോളും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് രണ്ടുപേർക്കും ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ എടുത്തു കഴിയുമ്പോൾ അവരുടെ ബോയിലിംഗ് പോയിന്റ്, അവർ രണ്ടുപേരും ബോയിൽ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും. പിന്നെ അവരുടെ വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷനും ലിക്വിഡ് ഫേസിലുള്ള സൊല്യൂഷനിലുള്ള കോമ്പോസിഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് നടക്കുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ പോയിന്റിൽ, ആ അസിയോട്രോപ്സിനെ ആ കോമ്പോസിഷനിൽ അവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളവരെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും മറ്റേ സെയിം ടെമ്പറേച്ചറിൽ തന്നെ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ അങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിളാണ്. പിന്നെ പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കാം, നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കാം. അപ്പോൾ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിനെ നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്നാണ് പറയുക. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കാം, അസിയോട്രോപ്സ് എന്താണ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നമ്മൾ കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെ മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് എത്തനോൾ ആൻഡ് വാട്ടർ. എത്തനോളിൻ്റെ 95% വോളിയം പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ 95% വോളിയം ഉള്ള എത്തനോൾ സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, എത്തനോൾ ആൻഡ് വാട്ടർ മിക്സ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ബോയിൽ ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? 351.1 കെൽവിൻ. രണ്ടുപേരും ആ സെയിം ടെമ്പറേച്ചറിലായിരിക്കും ബോയിൽ ചെയ്യുക. അപ്പോൾ മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്സിന് എക്സാമ്പിളാണ് എത്തനോൾ ആൻഡ് വാട്ടർ മിക്സ്ചർ. പെർസെൻറ്റേജ് സ്പെസിഫൈ ചെയ്യണം. 95% അവർ പെർട്ടിക്കുലർ കോമ്പോസിഷനിലാന്ന് പറഞ്ഞല്ലോ. അപ്പം 95% ബൈ വോളിയം ഓഫ് എത്തനോളിനാണ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അല്ലെങ്കിൽ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയും. ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെ മാക്സിമം ബോയിലിംഗ് പോയിന്റ് അസിയോട്രോപ്പ് എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ. ഈ പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഇവർ രണ്ടുപേരും നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നത് 393.5 കെൽവിനിലായിരിക്കും. ഓക്കെ, ഈ കോമ്പോസിഷൻ കാണിക്കുന്ന ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു മിക്സ്ചറാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയും. അപ്പോൾ അസിയോട്രോപ്സ് കഴിഞ്ഞു, നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞു.